തായ്ലൻഡിലെ 2ാം ദിവസമായ ഇന്ന് ഞങ്ങളുടെ യാത്ര കോറൽ ദ്വീപിലേക്കാണ്. പട്ടായയ്ക്ക് സമീപമുള്ള കോറൽ ഐലൻഡ് വളരെ മനോഹരമായ ഒരു ദ്വീപാണ്. നഗരത്തിൻ്റെ തിരക്കിൽ നിന്നും വിട്ട് വെള്ള മണൽ തീരങ്ങളും നീല ജലാശയങ്ങളുമൊക്കെ അടങ്ങിയ ഒരു അടിപൊളി ബീച്ച്. വെയിലും ചൂടുമൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ തൊപ്പിയും സൺഗ്ലാസുമൊക്കെ എടുക്കണം. ബീച്ചും വെള്ളവുമൊക്കെ ആയതുകൊണ്ട് അതിന് അനുയോജ്യമായ വസ്ത്രധാരണവുമായിരിക്കണം. വാട്ടർ സ്പോർട്സ് ഇനങ്ങളായ പാരാസൈലിംഗ്, അണ്ടർ വാട്ടർ സീ വാക്ക്, ജെറ്റ് സ്കൈ, ബനാന ബോട്ട് എന്നിവയൊക്കെ ഇവിടെയുണ്ട്. പ്രത്യേകം ടിക്കറ്റുകൾ വേണം. കോംബോ ടിക്കറ്റുമുണ്ട്. തീരത്തു നിന്നും ബോട്ടിൽ ആദ്യം കൊണ്ടുപോയത് പാരാസൈലിംഗ് നടത്തുന്ന ഇടത്തേക്കാണ്. ഇതാണ് പാരാസൈലിംഗ്. ജനപ്രിയമായ ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റിയാണിത്. പാരച്യൂട്ടും ബോട്ടിൻ്റെ വേഗതയും ഉപയോഗിച്ച് നമ്മളെ ആകാശത്തേക്ക് ഉയർത്തുന്ന ഒരു അനുഭവം രസകരവും ത്രില്ലടിപ്പിക്കുന്നതുമാണ്. പാരാസൈലിംഗ് ആക്ടിവിറ്റിക്ക് ശേഷം അവിടെ നിന്ന് വീണ്ടും ഒരു ബോട്ടിൽ മറ്റൊരു വലിയ ബോട്ടിലെത്തിക്കും. അവിടെയാണ് അണ്ടർ വാട്ടർ സീ വാക്ക്. ഒരു പ്രത്യേകതരം ഹെൽമറ്റ് ധരിച്ച് ഓക്സിജൻ ട്യൂബ് വഴി നൽകി കടലിൻ്റെ അടുത്തിട്ട് നടക്കാനും സമുദ്രജീവികളെ അടുത്ത് കാണാനും സാധിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം. നീന്തൽ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളോടൊപ്പം സഹായത്തിന് ആളുമുണ്ടാകും. അണ്ടർ സീ വാക്ക് ആക്ടിവിറ്റിക്ക് ശേഷം നമ്മളെ ബീച്ചിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെയാണ് ബാക്കിയുള്ള 2 ആക്ടിവിറ്റികളും. ഒന്നാമത്തേത് ജെറ്റ് സ്കൈ. ആർത്തിരമെന്ന കടൽ തീരത്തിൽ തിരമാലകളിലൂടെയുള്ളൊരു സ്പീഡ് ബോട്ട് റൈഡ്. ഒരാളെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തി തൊട്ടുപുറകിൽ ഇൻസ്ട്രക്ടർ ഇരുന്നുള്ള ഒരു സ്പീഡ് ഡ്രൈവ്. 40 മുതൽ 70 km/h വരെ സ്പീഡിൽ റൈഡ് നടത്താൻ സാധിക്കും. ഒരു ധൈര്യം വേണമെന്ന് മാത്രം. ബീച്ചിലെ 2ാമത്തെ ആക്ടിവിറ്റിയാണ് ബനാന ബോട്ട്. 4-5 പേർ ചേർന്ന് ഒരു വലിയ ബനാന ഷേപ്പിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ കയറുക. ആ ബോട്ടിനെ മറ്റൊരു സ്പീഡ് ബോട്ടുമായി കണക്ട് ചെയ്തിരിക്കും. സ്പീഡ് ബോട്ട് നീങ്ങുമ്പോൾ കൂടെ ബനാന ബോട്ടും സ്പീഡിൽ നീങ്ങും. വേഗതയും തിരമാലകളുടെ ഉയർച്ചയും താഴ്ചയും ഒക്കെ അനുസരിച്ച് ബനാന ബോട്ടും ആടി ഉലയുമ്പോൾ ഉണ്ടാകുന്ന ത്രില്ലാണ് ഇതിൻ്റെ ആസ്വാദനം. തീരത്തിനടുത്തെത്തിയാൽ വെള്ളത്തിൽ വീണാലും അത്ര പ്രശ്നമില്ല. അഥവാ വീണില്ലെങ്കിൽ പോലും അവസാനം ബോട്ട് ട്വിസ്റ്റ് ചെയ്ത് നിങ്ങളെ വെള്ളത്തിൽ വീഴ്ത്താൻ ഇൻസ്ട്രക്ടർമാർ ശ്രമിക്കും.
നനഞ്ഞു കയറി വരുന്നതും ഒരു രസമാണ്. ആക്ടിവിറ്റികൾക്ക് ശേഷം ബീച്ച് കറങ്ങി നടന്ന് കാണാം. ആക്ടിവിറ്റികൾക്ക് താല്പര്യമില്ലാത്തവർക്ക് ബീച്ച് ചുറ്റിക്കറങ്ങാൻ ഒത്തിരി സമയം ലഭിക്കും. ബീച്ച് ചുറ്റിക്കറങ്ങി കണ്ട് ഏകദേശം 2 മണിയോടെ തിരിച്ച് തീരത്തെത്തും. ആഹാരവും അവിടെ തന്നെ ലഭിക്കും. ടിക്കറ്റിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആക്ടിവിറ്റികൾക്ക് മാത്രമാണ് പ്രത്യേക ചിലവുള്ളത്. ബാക്കിയെല്ലാം എൻട്രി ടിക്കറ്റിനോടൊപ്പം ഉണ്ട്. ചിലവിനായി പണം കരുതുന്ന കാര്യം ഇതുവരെ പറഞ്ഞില്ലല്ലോ. അവിടുത്തെ കറൻസിയാണ് തായ് ബാത്ത്. ഞങ്ങൾ നാട്ടിൽ നിന്ന് പോയപ്പോൾ കുറച്ച് തായ് ബാത്ത് കൺവേർട്ട് ചെയ്തുകൊണ്ട് പോയിരുന്നു. അതുപോലെ തന്നെ കയ്യിലുള്ള ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഇന്റർനാഷണൽ ഫെസിലിറ്റി ആക്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോയിരുന്നു. ക്രെഡിറ്റ് കാർഡ് അവിടെ ഉപയോഗിക്കാൻ സാധിച്ചെങ്കിലും ഡെബിറ്റ് കാർഡ് അവിടെ ആക്ടിവേറ്റ് ആയില്ല. അതുപോലെ തന്നെ നമ്മുടെ രൂപ അവിടെ തായ് ബാത്താക്കി കൺവേർട്ട് ചെയ്യാൻ ഒത്തിരി എക്സ്ചേഞ്ച് സെൻ്ററുകളുണ്ട്. എല്ലാം ഏകദേശമൊക്കെ ഒരുപോലെയാണ് തോന്നിയത്. ഏതിനും തായ് ബാത്ത് കുറേ കൈവശം ഉണ്ടായിരിക്കണം. എല്ലായിടത്തും കാർഡ് സ്വീപ്പ് ചെയ്യാൻ സാധിക്കില്ല. ഇനി ഒരു പ്രത്യേക കാര്യം, നമ്മുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റ് പോലെ അവിടുത്തെ ഒരു സ്റ്റോറാണ് 7-Eleven സ്റ്റോർ. ചെറുതും വലുതുമായ ഒത്തിരി 7-Eleven സ്റ്റോറുകൾ എവിടെയും കാണാം. എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങുക. മറ്റ് ഷോപ്പുകളെ അപേക്ഷിച്ച് 7-Elevenൽ ഒത്തിരി ലാഭം ലഭിക്കുന്നുണ്ട്. കോറൽ ബീച്ച് നന്നായി അടിച്ചു പൊളിച്ച ശേഷം തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. ഒന്ന് വിശ്രമിച്ച് വൈകിട്ട് പട്ടായ സിറ്റിയുടെ നൈറ്റ് ലൈഫ് കാണാൻ ഇറങ്ങണം. എല്ലാവരും പറഞ്ഞു കേട്ട വാക്കിംഗ് സ്ട്രീറ്റും റൺവേ മാർക്കറ്റും പട്ടായ ബീച്ചും ഒക്കെ കാണണം. എല്ലാം കൂടി ഇന്ന് ഒരു ദിവസം കൊണ്ട് കാണാൻ സാധിക്കുമോ എന്നറിയില്ല. നാളെ കൂടെ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നാളെയും എടുത്ത് പട്ടായ സിറ്റിയുടെ നൈറ്റ് ലൈഫ് കാണാമെന്നാണ് പ്ലാൻ. സിറ്റിയൊക്കെ ചുറ്റിക്കറങ്ങാൻ ടുക് ടുക് വാഹനം ഉപയോഗിച്ചാൽ മതി എന്നാണ് പൊതുവെ അഭിപ്രായം. ഇതാണ് തായ്ലൻഡിൻ്റെ ടുക് ടുക് വാഹനം. കൈ കാണിച്ചാൽ ഡ്രൈവർ വണ്ടി നിർത്തിത്തരും. പുറകിൽ കയറി ഇരുന്ന് യാത്ര ചെയ്യാം. ഇറങ്ങേണ്ട സ്ഥലമാകുമ്പോൾ നമുക്ക് തന്നെ ബെല്ലമർത്തി ഡ്രൈവറെ അറിയിക്കാം. വണ്ടി നിർത്തിത്തരും. ടിക്കറ്റ് ചാർജും ഒരുപാട് കുറവാണ്. എന്തായാലും അല്പം വിശ്രമിച്ചിട്ട് പട്ടായ സിറ്റിയുടെ നൈറ്റ് ലൈഫ് കണ്ടു തുടങ്ങാമെന്ന് തീരുമാനിച്ചുറപ്പിച്ചു. നാളെ 3-ാം ദിവസമാണ്. 3-ാം ദിവസത്തെ വിശേഷങ്ങളും പട്ടായ നൈറ്റ് ലൈഫുമൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.